എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 ആണ്. തന്നിരിക്കുന്ന ഒരു നമ്പറിനെ 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ, അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില ഷോർട്ട് കട്ട്സ് ആണ് നമുക്ക് ആക്ച്വലി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. തന്നിരിക്കുന്ന ഒരു നമ്പർ 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 2 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ 3 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? 6 എന്ന് പറയുന്നത് ആക്ച്വലി 2 × 3 അല്ലേ? അതായത് 6 കൊണ്ടൊരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം? 2 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. 2 കൊണ്ടും 3 കൊണ്ടുമുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 പറയുന്നത്? തന്നിരിക്കുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആയിരിക്കണം അല്ലേ, അതായത് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 2ഓ 4ഓ 6ഓ അല്ലെങ്കിൽ 8ഓ ആയിരിക്കണം. അതുപോലെ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന നമ്പർ 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 നമുക്ക് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം? തന്നിരിക്കുന്ന ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0യോ 2ഓ 4ഓ 6ഓ 8ഓ ആവണം. അതോടൊപ്പം തന്നെ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6. അടുത്തതായി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. 7638 എന്ന് പറയുന്ന നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതിനുശേഷം 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 7638ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 8 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന നമ്പർ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ഇനി അടുത്തതായി 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? സം ഓഫ് ദ ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ. അതായത് 7 + 6 + 3 + 8 അതെത്രയാണ് കിട്ടുന്നത്? 24 അല്ലേ. ഇനി 24 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ അല്ലേ. ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത്, അതായത് 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ എത്രയാ? 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന എൻ്റയർ നമ്പർ, അതായത് 7638 എന്ന് പറയുന്ന നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 പ്രകാരം നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന 7638 എന്ന് പറയുന്ന നമ്പർ 6 കൊണ്ടും ഡിവിസിബിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 9143. ഇതെന്ന് പറയുന്നത് 6 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആദ്യം 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. തന്നിരിക്കുന്ന നമ്പർ ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇനി ഈ നമ്പറിൻ്റെ 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി 2 കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതെന്ന് പറയുന്നത് 6 കൊണ്ടും ഡിവിസിബിൾ അല്ല. അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 2734 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് തന്നിരിക്കുന്ന നമ്പർ ഒരു ഈവൺ നമ്പറാണ്, അതുകൊണ്ട് തന്നെ ഇത് 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 3 കൊണ്ടോ? ഈ നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 2 + 7 + 3 + 4, അതായത് 16 ആണ് അല്ലേ. 16 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അവിടെ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സം ഓഫ് ദ ഡിജിറ്റ്സ് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന എൻ്റയർ നമ്പർ, അതായത് 2734 എന്ന് പറയുന്നതും 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ നമ്പർ, അതായത് 2734 എന്ന് പറയുന്നത് 6 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കില്ല.
അപ്പോൾ എല്ലാവർക്കും ഇനി 6 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ഏത് നമ്പർ തന്നാലും ഈസിയായി ചെക്ക് ചെയ്യാൻ സാധിക്കില്ലേ? 2 കൊണ്ടും 3 കൊണ്ടുമുള്ള ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ?